സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ അമീന് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളെപ്പോലെയല്ല. അല്ലാഹുവിനെ സ്മരിക്കാതെ ഒരു ഭക്ഷണവും കഴിക്കാറില്ല, ഒരു വെള്ളവും കുടിക്കാറില്ല. കുട്ടിക്കാലത്ത് തന്നെ ഇത് പതിവാണ്, എല്ലാ സമയത്തും ഇത് പതിവാണ്. സഹോദരങ്ങളെ, ബിസ്മില്ലാഹി ചൊല്ലുന്നത്, അല്ലാഹുവിനെ ഓർക്കുന്നത് പതിവാണ്. വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും വസ്ത്രം അടിക്കുമ്പോഴും കിടക്കാൻ ഒരുങ്ങുമ്പോഴും കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും നിത്യജീവിതത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ടോ അപ്പോഴൊക്കെ വദ്കുരിസ്മ റബ്ബിക ബുക്റതൻ വഅസീലാ, സദാസമയത്തും റബ്ബിനെ ഓർക്കാൻ മറക്കരുത്. റബ്ബിന്റെ പേര് പറയണം. ആ പേര് പറയുന്നതിൽ ഉള്ളത് എന്താണെന്നറിയുമോ? ശുക്രാണ്. എന്തിനാണ് ഇങ്ങനെ റബ്ബിന്റെ പേര് ഓർക്കണം, പറയണം എന്ന് പറയുന്നത്? നമുക്ക് എല്ലാ തരം അനുഗ്രഹങ്ങളും ചെയ്തവൻ യജമാനനായ റബ്ബാണ്. ആ റബ്ബിന് ശുക്ർ ചെയ്യുക എന്നത് വാജിബാണ്. ശുക്രുൽ മുൻഇമി വാജിബുൻ എന്നാണല്ലോ തത്വം. അനുഗ്രഹം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കൽ നിർബന്ധമാണ്. നന്ദിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അവിടുത്തെ ഇസ്മിനെ, അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മിനെ എപ്പോഴും പറയുന്നത്, ഓർക്കുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മറ്റുള്ള കുട്ടികൾക്ക് അത് പഠിപ്പിക്കുന്നത്, ചൊല്ലാൻ പക്വതയെത്താത്തവർക്ക് ചൊല്ലിക്കൊണ്ട് ഭക്ഷണം വാരിക്കൊടുക്കുന്നത്. ചൊല്ലാൻ കുട്ടികൾ പഠിച്ചിട്ടില്ല, പഠിച്ച് ശീലമാകാനായിട്ടില്ല, ചെറിയ പ്രായമേ ആയിട്ടുള്ളൂ. പക്ഷേ കൊടുക്കുന്ന ആള് ബിസ്മി ചൊല്ലിയിട്ട് കൊടുക്കണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ ചൊല്ലാൻ മറന്നാൽ അവനോട് പോയി അവന്റെ അടുത്ത് ചൊല്ലിക്കൊടുക്കണം അൽഹംദുലില്ലാന്ന്. അവൻ ചൊല്ലാൻ വേണ്ടിയിട്ട് നീ തുമ്മിയിട്ടുണ്ട് എന്നല്ല പറയണ്ടേ, അൽഹംദുലില്ലാ എന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അയാൾ പറയണം അൽഹംദുലില്ലാ. ആ അൽഹംദുലില്ലാ കേൾക്കുന്ന ആള് അല്ലാഹു തആലാക്ക് ഹംദ് ചൊല്ലുന്നത് കേൾക്കുമ്പോ ഒരു യർഹമുക്കല്ലാഹ്, അതും അല്ലാഹു തആലാന്റെ ദിക്ർ തന്നെയാണ്. അപ്പൊ യർഹമുക്കല്ലാഹ് എന്ന് ഹംദിന് മറുപടിയായിട്ട് ഒരാൾ പറയുമ്പോ അയാൾക്ക് വീണ്ടും ഒരു സന്തോഷത്തിന്റെ പ്രാർത്ഥന, ഇഹ്ദീകുമുല്ലാഹ്. അൽഹംദുലില്ലാ എന്ന് ചൊല്ലിയിട്ട് യർഹമുക്കല്ലാഹ് എന്ന് പറയുന്നതിന് ചെറിയ സ്ഥാനമൊന്നുമല്ല ഉള്ളത്, വലിയ സ്ഥാനവും ബഹുമാനവും ഉള്ളത്. തുമ്മിയാൽ ഒരു അൽഹംദുലില്ലാ എന്ന് പറയുന്നത് വലിയൊരു ശുക്രാണ്. കാരണം ഒരൊറ്റ തുമ്മലിലൂടെ 70-ലധികം രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ നോക്ക് നിങ്ങൾ, തലവേദന ആയിരിക്കുമ്പോഴായിരിക്കും ഒരു തുമ്മൽ വരുന്നത്, പിന്നെ തലവേദന മാറി, ഒരു മരുന്നും കുടിച്ചിട്ടില്ല. ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു തുമ്മൽ വന്നു, ക്ഷീണം മാറി. ടെൻഷനായിരിക്കുമ്പോൾ ഒരു തുമ്മൽ വന്നു, ടെൻഷൻ മാറി. അപ്പൊ ആവേശവും ഉണർവും ഇതൊക്കെ കിട്ടുന്ന രൂപത്തിൽ ശരീരത്തിന്റെ അകത്തും പുറത്തും ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണത്. അപ്പൊ അതിനാണ് അല്ലാഹു തആലാക്ക് ഒരു ശുക്ർ, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. മനുഷ്യ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം പറഞ്ഞ വചനം അതല്ലേ, അൽഹംദുലില്ലാ. ആദം നബി അലൈഹിസ്സലാമിൽ അല്ലാഹു തആല റൂഹിനെ നിക്ഷേപിച്ചപ്പോ ആദം നബി അലൈഹിസ്സലാം ഒന്ന് തുമ്മി. തുമ്മിയ ഉടനെ പറഞ്ഞു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. കേട്ട മലക്കുകൾ മുഴുവനും പറഞ്ഞു ഇർഹമുക്കല്ലാഹ്. അങ്ങനെയാണ് അൽഹംദുലില്ലാ എന്നുള്ള തുടക്കം. ആദ്യത്തെ മനുഷ്യൻ പറഞ്ഞ ആദ്യത്തെ വാക്കാണത്, അൽഹംദുലില്ലാ. തുമ്മുന്നത് പലപ്പോഴും കേൾക്കും അല്ലെ, തുമ്മുന്നതിനേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ പറയണമെന്നാണ് ഹംദ്. പക്ഷെ ഹംദിന്റെ സൗണ്ട് കുറവാ. ഹംദ് എത്ര ഉച്ചത്തിലാണ്, ചില ആൾക്കാർ തുമ്മിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒന്ന് വറക്കും, ഇങ്ങനെ ആ രൂപത്തിലായിരിക്കും. തുമ്മിയ ശബ്ദത്തെക്കാളും ശബ്ദം കൂടണം അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ എന്ന ആ പറച്ചിൽ കേട്ട് ഇവിടെ എത്ര ആള് കേൾക്കുന്നു അവരൊക്കെ ജവാബ് പറയണം ഇർഹമുക്കല്ലാന്ന്. നമ്മൾ കേൾക്കാത്ത, നമ്മൾ ശരിക്ക് കേൾക്കാത്തൊരു ടീമും പറയുന്നുണ്ട് ഇർഹമുക്കല്ലാന്ന്. അത് നമ്മളെ ഹംദ് എത്രമാത്രം വലുതാകുന്നോ അതിനനുസരിച്ചാണ് അവരും പറയുന്നത് ഇർഹമുക്കല്ലാന്ന്. മലക്കുകളാണത്. ഇവിടെ ഇർഹമുക്കല്ലാ എന്ന് പറയുമ്പോൾ അവരും പറയും ഇർഹമുക്കല്ലാന്ന്. അപ്പൊ അത് ചെറിയൊരു പ്രാർത്ഥനയല്ല, ആ പ്രാർത്ഥനയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇർഹമുക്കല്ലാ എന്നുള്ള പ്രാർത്ഥനയിൽ. ഇനിയും
അല്ലാഹുത്തആലാനെ സ്തുതിക്കാനും ശുക്ർ ചെയ്യാനും ഉള്ള വലിയ തൗഫീഖ് അല്ലാഹുത്തആല നിങ്ങൾക്ക് നൽകട്ടെ എന്നൊരു അനുഗ്രഹ പ്രാർത്ഥനയാണത്. റഹമുക്കല്ലാഹ്. ആ റഹ്മത്തും ബറക്കത്തും കിട്ടാൻ വേണ്ടി തന്നെ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടടുത്ത് വന്നിട്ട് തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയും. എന്നാ തങ്ങളിൽ നിന്നൊരു റഹമുക്കല്ലാന്ന് ദുആ കിട്ടിയാൽ കഴിച്ചല്ലോ, രക്ഷപ്പെട്ടല്ലോ. അത് അവർക്കറിയാം, ആ റഹമുക്കല്ലാന്ന് കിട്ടിയാൽ നമുക്ക് ലാഭാണ്. അത് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് വന്നിട്ട് ആണ് തുമ്മിയിട്ട് ഒറ്റ പറച്ചില് പറയുക അൽഹംദുലില്ലാ. അപ്പൊ തങ്ങൾ നേരെ ദ്വാരന്ന് കൊടുക്കും യഹ്ദീക്കുമുല്ലാഹ്. ഇനി ദ്വാരന്നില്ല എന്നുള്ള കംപ്ലൈന്റ് വേണ്ട, ഒരു ദ്വാ അവർക്ക് ആയിക്കോട്ടെ, ഒരു ദ്വാ തന്നെയല്ലേ, യഹ്ദീക്കുമുല്ലാഹ് എന്ന് ദ്വാരന്ന് കൊടുക്കും. അവരാഗ്രഹിച്ചു വന്നത് യഹ്ദീക്കുമുല്ലാഹ് എന്നുള്ളതിനല്ല, യർഹമുക്കല്ലാഹ് എന്ന് കിട്ടാനാണ്. അപ്പൊ തങ്ങൾ ചൊല്ലിക്കൊടുക്കും യഹ്ദീക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നിർവഴി തരട്ടെ, ഹിദായത്ത് തരട്ടെ എന്നുള്ള വിശാലമായ അർത്ഥത്തിലുള്ള